ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ആരും പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പുറത്ത് പോയാൽ മതി കേട്ടോ. നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം, മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. മാസ്ക് ഇങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ, എങ്കിലും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയേണ്ടത് എൻ്റെ കടമയില കൊണ്ടാട്ടോ പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡേ 2 ആണ്. ഡേ 1 ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തല്ലോ അല്ലേ? അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫേസ് വാഷ് ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ ആ ഫേസ് വാഷ് രാവിലെയും വൈകിട്ടും നിങ്ങൾ എന്നും ഈ പറയുന്ന 7 ദിവസവും രാവിലെയും വൈകിട്ടും കഴുകണം, ടോൺ ചെയ്യണം, മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഒരു കാരണവശാലും മുടക്കല്. അതിൻ്റെ കൂടെ വേണം ഞാൻ ഈ പറയുന്ന പാക്കുകളും കാര്യങ്ങളും ഒക്കെ 7 ദിവസത്തേക്കുള്ള ഡേ ടൈമിൽ വല്ലതും നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ചെയ്യുന്നത് എഗ്ഗ് മാസ്ക് ആണ് ചെയ്യുന്നത്. അതൊരു പീൽ രൂപത്തിലാണ്, നമ്മളുടെ ഈ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന പോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ ആ ഒരു മാസ്ക് പോലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ആ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് എഗ് ഫേസ് പാക്ക് ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം മതി. ഓക്കെ, ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വൈറ്റ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ളത്ര എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം ഫുള്ള് വേണേൽ ഒരെണ്ണം എടുക്കാം, അതെല്ലാം നിങ്ങളുടെ ഫേസിലേക്ക് ആവശ്യമുള്ളത് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു മുട്ടയിൽ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മഞ്ഞ കളറിലെ ഉണ്ണി മാത്രം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വെള്ള പോർഷൻ ഫുൾ എടുത്തിട്ടുണ്ട്. കാരണം ഇത് മാസ്ക് പോലെ ഇടുന്നതുകൊണ്ട് കുറച്ചേറെ വേണ്ടി വരും. പിന്നെ ഞാൻ ലെമൺ എടുത്തേക്കുന്നത്, പക്ഷേ ലെമണിൽ ഒരു 1-2 തുള്ളി, ഒരു 3 തുള്ളി വരെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അത്രയും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോർക്ക് എടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്ത് ക്രീം പരുവൊന്നും ആക്കണ്ട, ജസ്റ്റ് ഇത് രണ്ടും കൂടെ ഒന്ന് യോജിക്കുന്ന വിധത്തിലൊന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലെമൺ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ലെമൺ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഈ എഗ്ഗിനൊരു സ്മെല്ലുണ്ടല്ലോ, ഒരു ചെറിയ സ്മെല്ലാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല, എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാനിത് ഹെയറിലൊക്കെ ഇടുന്നതാണ്, ഹെയർ മാസ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ആ ഹെയർ മാസ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു സ്മെല്ല് സ്ഥിരം യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് ഒരു ഇറിറ്റേഷനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ ലെമൺ നല്ലതായതുകൊണ്ട് ആണ് ഞാനത് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ സ്മെല്ല് പോകാനായിട്ടും ഓൾസോ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചേർക്കുമ്പോൾ തന്നെ ഒരു 2-3 തുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ എഗ് വൈറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ കളറൊന്ന് ലൈറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യും, നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് എഗ് വൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒരു 1-2 കോട്ടും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ഫോളോ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കുറച്ചും കൂടെ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ പിമ്പിൾസ് ഉണ്ടാകാൻ കാരണമാകുന്ന ബാക്ടീരിയ ഒക്കെ നശിപ്പിച്ച് കളയും കേട്ടോ. ഈ എഗ് വൈറ്റ് എന്ന് പറയുന്ന സാധനം വളരെ യൂസ്ഫുള്ളാണ്. അപ്പം എല്ലാവരും ഒന്ന് മിസ്സാക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ണിൻ്റെ അടിയിലേക്ക് അധികം ഇട്ട് കൊടുക്കണ്ട, കാരണം ഇതൊന്ന് വലിഞ്ഞ് മുറുകും, ഒന്ന് ടൈറ്റ് ആകും നമ്മുടെ സ്കിൻ. അപ്പം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ അധികം ഭയങ്കര ഹാഷായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടാത്തതാണ് നല്ലത്. അപ്പം അധികം ക്ലോസ് ആയിട്ട് ഇടണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് ഓൺ ആക്കിയിടണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് കയറി ഫോളോ ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ FBയിലോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ചാണേലും ചോദിക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിനും സംശയങ്ങൾക്കെല്ലാം ഞാൻ റിപ്ലൈ തരും. ഓക്കെ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു നമുക്കൊരു മാസ്ക് പോലെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരു വലിയ ടിഷ്യൂ പേപ്പറാണിത്. ഇതെടുത്തിട്ട് ഞാനിങ്ങനെ
മുറിച്ച് നമ്മുടെ സ്കിന്നിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടേക്ക് ഈ മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്കിന്ന് ഫുള്ളായിട്ട് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനായിട്ട് വളരെ എഫക്റ്റീവ് ഒരു മെത്തേഡാണ് ഇത് കേട്ടോ. അപ്പം നമ്മുടെ മൂക്കിലും ഒക്കെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ നമ്മൾ ഇത് പാക്ക് ഉണങ്ങിയ ശേഷം വലിച്ചെടുക്കുമ്പോൾ ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ട് വരും. അപ്പോൾ ആ മൂക്ക് ഭാഗത്തേക്കൊക്കെ ഇത് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. ഇത് വീക്കിലി ഒരു 2 times ഒക്കെ ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് ചെയ്യണ്ട. 2 തവണയൊക്കെ ചെയ്താൽ മതി. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഇത് കുറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മന്ത്ലി 1 time ഒക്കെ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാക്ക് ഉണങ്ങുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്ക് പറ്റുന്നത്രയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര വേദന തോന്നുമായിരുന്നു കേട്ടോ. ഈ ഒരു മൂക്കിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാനത് കംപ്ലീറ്റ് പൊളിച്ചെടുത്തു. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞു. കാരണം മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞപ്പം എനിക്ക് കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോഴത്തേനും ഓക്കെ. അപ്പം എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് നല്ല കുറച്ച് ഫേസ് കുറച്ച് ലൈറ്റായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോളം അതെനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാനല്ല എങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കണേ മെയിൽ അയക്കുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഫേസ്ബുക്ക് ID എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും എല്ലാം കാണിക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഫാമിലിയോടൊക്കെ ഒന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാനോട് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. മറ്റൊരു വീഡിയോയിൽ കാണാം.